വലിയ തുക നമുക്ക് വേണ്ട. നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മളെക്കാട്ടി ഒരു കഷ്ടത്തിൽ അത്ര കഷ്ടപ്പാടിൽ ചോദിനെ പറയാണ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്ര ഒരു തുക നമുക്ക് വേണ്ട. നമ്മളെക്കാട്ടി എന്തും ഇല്ലാത്തവർ, പട്ടിണി കിടക്കുന്ന പാവങ്ങൾ, രോഗിയുള്ളവർ, കുരയില്ലാത്ത കഷ്ടപ്പാടുണ്ടവർ, ഇവർക്ക് നിങ്ങൾ നൽകണമെന്ന് ഞാൻ ചാരിറ്റിയിലായിട്ട് നിങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് പള്ളത്തിൽ എൻ്റെ ഭാര്യ കേട്ട് ഒരു 200 രൂപ ആരെന്ത് കടം തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആരും തന്നില്ല, ആരും 200 രൂപ തന്നില്ല. അപ്പോൾ അവൾ പോയിട്ട് വീടിൻ്റെ ബ്രഞ്ചിൻ്റെ അവരോട് കൊട്ട് 200 രൂപ തരുവാന്ന് കേട്ട്. അപ്പോൾ 200 രൂപ തരുവാന്ന് നിൽക്കുമ്പോൾ അയാൾ എടുത്ത് തന്നു. അതിനെ കൊണ്ട് കുമ്പളയിൽ പോയിട്ടാകുമ്പോൾക്ക് അവിടെ ടാബ്ലറ്റ് ഇല്ല. അങ്ങനെ ഉപ്പള പോയിട്ടാകുമ്പോൾക്ക് ആർന്ന് ടാബ്ലറ്റ് അത് വരത്തിയായി. വേറെ അവരോട് 50 രൂപ മേക്കൊണ്ട് വന്നതാണ് അവൾ. നാളെ പരലോകത്ത് അവർക്ക് നല്ല അങ്കും കൂടായിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അന്ന് എന്നെ വിഷമിപ്പിച്ചത് ചിലപ്പോൾ ആ ഒരു സങ്കടകരമായ അവസ്ഥയാണ് എങ്കിൽ ഇന്നിവരുടെ പ്രഖ്യാപനം എന്നെ ഒരു സന്തോഷ കണ്ണീരിലേക്ക് കൊണ്ടുപോവുകയാണ്. അക്കൗണ്ടിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ ആള് മാറുന്നവരുടെ കാലമാണിത്. അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതിന് മുൻപ് നിങ്ങളെ സഹായിച്ചവരെ തള്ളിപ്പറയുന്നവരുടെ കാലമാണിത്. അക്കൗണ്ടിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞ സമയത്തിനോട് പുല്ലുവില കൽപ്പിക്കുന്നവരുടെ കാലമാണിത്. ഇങ്ങനെയുള്ളവർക്കിടയിൽ മനോഹരമായ ഹൃദയമുള്ളവരെ പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പുതിയ കാലത്തിന് അത് വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും. പറഞ്ഞു വരുന്നത് പബ്ലിക് കേരള നടത്തിയ ചാരിറ്റിയെ കുറിച്ചാണ്. ആ ചാരിറ്റിയിലേക്ക് 77 ലക്ഷത്തിലധികം രൂപയാണ് കടന്നു വന്നത്. ആ പണത്തിന് അർഹരായ ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് അത്രയും പണം വേണ്ട എന്ന്. ഞങ്ങൾക്ക് അത്രയും പണം ലഭിച്ചു കഴിഞ്ഞാൽ അത് അധികമായി പോകുമെന്ന് അവർ ഞങ്ങളോട് പറയുന്നു. ഒപ്പം പറയുന്നു ആ പണം ഞങ്ങളും നിങ്ങളും ചേർന്ന് അർഹരിലേക്ക് എത്തിക്കണമെന്ന്. ഞങ്ങളുടേതുപോലെയുള്ള ദയനീയാവസ്ഥയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് ആ പണം ചിലവഴിക്കണമെന്ന് ആ കുടുംബം പബ്ലിക് കേരളയോട് പറഞ്ഞു തരുമ്പോൾ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഇത് മഹാപ്രഖ്യാപനം തന്നെയാണ്. മഹാപ്രഖ്യാപനം. അക്കൗണ്ടിലേക്ക് പണം വന്നപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നവർക്ക് മുന്നിൽ ഈ മഹാഹൃദയം, മനോഹരമായ മനസ്സുള്ളവർ, ഹൃദയം മറ്റുള്ളവർക്ക് ഒരു വലിയ പാഠം പോലെ തുറന്നു വെച്ചവർ മാതൃകയാവുകയാണ് ഇവിടെ. അതെ, ഇവരുടെ കഥയാണ് പറയാനുള്ളത്. നമുക്ക് ഇത്ര ഒരു വലിയ തുക നമുക്ക് വേണ്ട. നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മളെക്കാട്ടി ഒരു കഷ്ടത്തിൽ അത്ര കഷ്ടപ്പാടിൽ ചോദിനെ പറയാണ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്ര ഒരു തുക നമുക്ക് വേണ്ട. നമ്മളെക്കാട്ടി എന്തും ഇല്ലാത്തവർ, പട്ടിണി കിടക്കുന്ന പാവങ്ങൾ, രോഗിയുള്ളവർ, കുരയില്ലാത്ത കഷ്ടപ്പാടുണ്ടവർ, ഇവർക്ക് നിങ്ങൾ നൽകണമെന്ന് ഞാൻ ചാരിറ്റിയിലായിട്ട് നിങ്ങൾ വിട്ടിട്ടുണ്ട്. ചാരിറ്റി ഭാഗത്തേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എത്തിക്കണം. ഇതാണ്. തീർച്ചയായും നിങ്ങളത് യാതൊരു പേടിയും പേടിക്കേണ്ട. അത് അർഹരിലേക്ക് ഖാദർ കരിപ്പൊടി എന്ന ഞാനായാലും റിയാസ് കുന്നിലായാലും ഞങ്ങളുടെ ടീമായിട്ടുള്ള വിമിഷ വിനോദായാലും ജാബിർ കുന്നിലായാലും നിങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളത് തീർച്ചയായും അർഹരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഈ സഹായം ചെയ്ത ആളുകളോട്? നമുക്ക് ഈ സഹായം ചെയ്ത ആൾക്ക് അള്ളാഹു എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്ര ഒരു ഇതാണ്. ഞങ്ങൾ അത്രക്കും ഒരു ദുരിതമായ അവസ്ഥയിലാണ് ഉണ്ടായത്. അത്ര അവർക്ക് ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ഇവർ പറയുന്നത് സഹായിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം തന്നെ നൽകട്ടെ എന്നുള്ളതാണ്. അതിനേക്കാൾ അന്ന് എന്നെ വിഷമിപ്പിച്ചത് ചിലപ്പോൾ ആ ഒരു സങ്കടകരമായ അവസ്ഥയാണ് എങ്കിൽ ഇന്നിവരുടെ പ്രഖ്യാപനം എന്നെ ഒരു സന്തോഷ കണ്ണീരിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഞാൻ റിയാസ് കുന്നിൻ്റെ ജാവിദ് കുന്നിൻ്റെ ഞാൻ പറഞ്ഞിന് എന്നില്ല എനിക്ക് കിട്ടുന്നതിൽ ഒരു വീടും സ്ഥലമല്ലാത്ത ഞങ്ങൾക്ക് ഉറുപ്പ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിന്. അവരോട് ഞാൻ പറഞ്ഞിന് അത് എന്തുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടം വന്നിന്. എൻ്റെ കഷ്ടം പറഞ്ഞാൽ തീരാല. എന്തില്ലെന്ന് ഞാൻ കഷ്ടത്തിലുണ്ടാകുമ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിട്ട് എൻ്റെ കുടുംബക്കാരോ
ബന്ധു ആരും ഉണ്ടായിട്ട. ഇതേ റിയാസ് കുന്നിലാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എല്ലാം ഇതാക്കി നോക്കിയതെല്ലാം റിയാസ് കുന്നിലാണ്. ഒരുപാട് കഷ്ടം വന്നിട്ടുണ്ട് റിയാസ് കുന്നിൽ എനിക്ക് വേണ്ടിയിട്ട്. ജാബി കുന്നിലും ഒരുപാട് എത്രയോ കഷ്ടം വന്നിട്ടുണ്ട്. ഞാൻ ചെല്ലിയൊന്നും തീരാത്ത കഷ്ടമാണ് എൻ്റെ കഷ്ടം. അത് പറഞ്ഞാൽ തീരാല ആ കഷ്ടം. ഞാൻ ഒരു ദിവസവും ഇവിടെ ഞാൻ കയ്യാത്തയിൽ നിന്ന് ഞാൻ കടത്തത്തിലുണ്ടതാണ്. 16 ദിവസം ഞാൻ കയ്യാത്തുണ്ടായി. അപ്പോൾ ഒരു 10 റുപ്യൻ്റെ കയ്യിൽ കാശില്ല. എന്തെങ്കിലും സ്റ്റോറിൽ അരി വെച്ചിന് ഞാൻ. സ്റ്റോറിലരി സത്യം പറയുന്നത് സ്റ്റോറിലരി ഞാൻ വെച്ചിന്. എൻ്റെ സങ്കടം പറയുന്നത്. അപ്പം അവിടെ പോയിട്ട് പള്ളത്തിൽ എൻ്റെ ഭാര്യ കേട്ട് ഒരു 200 റുപ്യ ആരും കടം തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആരും തന്നില്ല. ആരും 200 റുപ്യ തന്നില്ല. അപ്പോൾ അവൾ പോയിട്ട് വീടിൻ്റെ ബ്രഞ്ചിൻ്റെ അവരോട് കൊട്ട് 200 റുപ്യ തരുവാന്ന് കേട്ട്. അപ്പോൾ 200 റുപ്യ തരുവാന്നേക്കും അയാൾ എടുത്ത് തന്നു. അതിനെ കൊണ്ട് കുമ്പളയിൽ പോയിട്ടാകുമ്പോൾക്ക് അവിടെ ടാബ്ലറ്റ് ഇല്ല. അങ്ങനെ ഉപ്പള പോയിട്ടാകുമ്പോൾക്ക് ആർന്ന് ടാബ്ലറ്റ് അത് വരത്തിയായി. വേറെ അവരുടെ 50 റുപ്യ മേക്കൊണ്ട് വന്നതാണ് അവൾ. ഒരുപാട് എത്ര കഷ്ടം വന്നു നിന്നത് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ എനിക്ക് തണലായിട്ട് നിന്ന റിയാസ് കുന്നിൽ, ഞങ്ങൾക്ക് 5 പേർക്ക് തണലായിട്ട് കൊടയായിട്ട് നിന്നതാണ് റിയാസ് കുന്നിലും ജാബി കുന്നിലും. അവരെ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നാളെ പരലോകത്ത് അവർക്ക് നല്ല എനിക്കും കൊടയായിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വലിയ മാതൃക തന്നെയാണ് ആ 2 യുവാക്കൾ. കാരണം ആരും ഇല്ലാതിരുന്ന ഈ കുടുംബത്തിന് താങ്ങും തണലുമായി റിയാസും ജാബിറും ഒക്കെ നിന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം എന്നിലേക്ക് ഈ വിഷയം അവരാണ് എത്തിക്കുന്നത്. അപ്പോൾ അവർ ഈ വിഷയം എത്തിച്ചിട്ട് എന്നോട് ഈ കഥ പറയുകയാണ്. ഈ കുടുംബം അവരുടെ നൊമ്പരം പറഞ്ഞു തരികയാണ്. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ പ്രശ്നമുണ്ടായ സമയത്ത് ഞങ്ങളെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു 200 രൂപ പോലും തരാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, ഇങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട്. ഇവർ ഇപ്പോൾ നിലവിൽ റിയാസ് പറഞ്ഞതനുസരിച്ച് പബ്ലിക് കേരളയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അല്ലാത്ത എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ഇവരുടെ പ്രഖ്യാപനം വ്യത്യസ്തമാകുന്നത്. ആ വാക്കുകൾ കേട്ടല്ലോ. ഒന്നുമില്ലാത്തവനിൽ നിന്ന് ഇന്ന് എല്ലാം ഉള്ളവനിലേക്ക് പോകുമ്പോഴും ആ വാക്കുകളിൽ കൃത്യമായ പരിഗണനകളുണ്ട്, ബോധമുണ്ട്. താൻ ഒന്നുമില്ലാത്തവനായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു നേരത്തെ അന്നം ലഭിക്കാത്ത ദിനങ്ങളുണ്ടായിരുന്നു. ആ ദിനങ്ങളെക്കാൾ ഇന്ന് നല്ല ദിനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ പഴയ കാലത്തെ മറന്നുപോയിട്ടില്ല. ആ പഴയ കാലത്തെ മറന്നുപോയിട്ടില്ല എന്ന് മാത്രമല്ല, ആ പഴയ കാലത്ത് അവർക്ക് താങ്ങും തണലുമായി നിന്ന റിയാസ് കുന്നിൽ എന്ന പൊതുപ്രവർത്തകനെയും ജാബിർ കുന്നിൽ എന്ന പൊതുപ്രവർത്തകനെയും കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ, അവരുടെ സഹായങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ, ഒപ്പം അവർക്ക് ചാരിറ്റി ചെയ്തുകൊണ്ട് നല്ല ഒരു തുക അവരിലേക്ക് എത്തിച്ചു കൊടുത്ത പബ്ലിക് കേരളയെയും വളരെ വ്യക്തമായി പരിഗണിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇവരൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ആളുകളാണ്. അതുകൊണ്ട് പറയുന്നു, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ പണം എത്തിച്ചു കൊടുക്കണം എന്ന്. ഏത് രീതിയിലല്ല, ചാരിറ്റി ചെയ്യുന്നതിന് മുൻപ് നിങ്ങളാണ് എല്ലാം എന്ന് തുറന്നു പറഞ്ഞ്, ചാരിറ്റി ചെയ്തതിന് ശേഷം അക്കൗണ്ടിൽ വന്നത് കുന്നുകൂടിയ പണമാണെന്ന് അറിഞ്ഞതിന് ശേഷം പോയി പണി നോക്കടാ എന്ന് പറയുന്ന മനോഭാവമുള്ളവരെ പോലെയല്ല ഇവരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെയാണ് മനുഷ്യൻ എന്ന വാക്കിന് കൃത്യമായ അർത്ഥം ലഭിക്കുന്നത്. മനുഷ്യൻ, മനുഷ്യത്വം, താൻ ജീവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവനും ജീവിക്കണമെന്നുള്ളതല്ല, മറിച്ച് അവനും പരിഗണനകൾ കൊടുക്കണമെന്നുള്ളതാണ്. തനിക്കൊരുപാട് പണമുണ്ട്, പക്ഷേ അതേപോലെ മറ്റുള്ളവനും പണക്കാരനാകണമെന്നല്ല, മറിച്ച് അവന് ബുദ്ധിമുട്ടില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് വിചാരിക്കുന്നിടത്താണ് നന്മയുള്ള മനസ്സുകൾ ഉണ്ടാകുന്നത്, മനുഷ്യത്വം ഉണ്ടാകുന്നത്, നല്ല മനുഷ്യൻ ജനിക്കുന്നത്. അതിവിടെയുണ്ട്, ഈ കുടുംബത്തിനകത്തുണ്ട്. ആ കുടുംബം ഞങ്ങളെ ആദ്യം കരയിപ്പിച്ചവരാണ് എങ്കിൽ പിന്നീട് പണം അക്കൗണ്ടിൽ വന്നപ്പോൾ ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ചവരാണവർ. ആ വലിയ ഹൃദയത്തിന് മുന്നിൽ മലയാളികളെ ഞങ്ങൾ മുട്ടുമടക്കി നിൽക്കുന്നു. അക്കൗണ്ടിൽ പണം വന്നതിന് ശേഷം തനിനിറം പുറത്തു ചാടുന്നവരെ നിങ്ങൾ ചിന്തിക്കുക. പണം ഒന്നിനും പരിഹാരമല്ല, പണം ഒന്നിനും പരിഹാരമല്ല.
പണം എത്ര കൂടിയാലും അതിലൊരു ഗുണവും നിങ്ങൾക്കുണ്ടാവില്ല. മറിച്ച് സൗഹൃദങ്ങൾ, ഹൃദയം പകർന്നു തന്നവരെ കൃത്യമായി പരിഗണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങളെ വേട്ടയാടപ്പെടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.